ലോക ഭൂപടത്തിൽ ഇന്ത്യ അതിന്റെ പരമാധികാരവും സൈനിക കരുത്തും വീണ്ടും തെളിയിച്ചിരിക്കുന്ന ഒരു ചരിത്ര നിമിഷത്തിനാണ് നാം ഇപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷാ മേഖലയിൽ നിന്ന് പുറത്തുവരുന്ന വാർത്തകൾ ശത്രു രാജ്യങ്ങളുടെ നെഞ്ചിടിപ്പ് കൂട്ടുന്നതാണ്. ഇന്ത്യയെ തൊടാൻ ഇനി ഏതൊരു ശക്തിയും ഒന്നല്ല 1000 വട്ടം ഭയപ്പെടുമെന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് അയൽരാജ്യമായ പാകിസ്ഥാൻ ഇപ്പോൾ കടുത്ത ഭീതിയിലാണ്. ഇന്ത്യയുടെ പുതിയ നീക്കം കണ്ട പാകിസ്ഥാൻ സൈനിക മേധാവി ജനറൽ അസിം മുനീർ ഉറക്കമില്ലാത്ത രാത്രികളിലൂടെയാണ് കടന്നുപോകുന്നത്. എന്താണ് ഇതിന് പിന്നിലെ യഥാർത്ഥ കാരണം? എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ ഇപ്പോൾ ഇത്രയധികം ഭയപ്പെടുന്നത്? അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യ കൈവരിച്ച ഈ വമ്പൻ നേട്ടത്തെക്കുറിച്ച് നമുക്ക് പരിശോധിക്കാം. നമുക്ക് പ്രധാനമായും നോക്കാനുള്ളത് ഇന്ത്യയുടെ ആണവ നയത്തിൽ വന്നിരിക്കുന്ന വിപ്ലവാത്മകമായ മാറ്റങ്ങളെ കുറിച്ചാണ്. അന്താരാഷ്ട്ര പ്രതിരോധ പഠന ഗ്രൂപ്പായ സിപ്രിയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യ തങ്ങളുടെ ആണവ ശേഖരം ഗണ്യമായി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അതിലുപരിയായി ഇന്ത്യയുടെ പക്കലുള്ള ആണവ പോർമുനകളിൽ 12 എണ്ണം രാജ്യം ആദ്യമായി പൂർണ്ണ സജീവമാക്കി വിന്യസിച്ചിരിക്കുന്നു. ലോഞ്ച് റെഡി അഥവാ ഏത് നിമിഷവും തൊടുത്തുവിടാൻ പാകത്തിലുള്ള ഈ വിന്യാസം ആഗോളതലത്തിൽ തന്നെ വലിയ ചർച്ചയായിരിക്കുകയാണ്. ഇന്ത്യയുടെ സൈനിക ചരിത്രത്തിൽ ഇതൊരു പുതിയ അധ്യായമാണ്. ശത്രുക്കളുടെ ഭാഗത്തു നിന്ന് ചെറിയൊരു നീക്കമുണ്ടായാൽ പോലും നിമിഷങ്ങൾക്കകം തിരിച്ചടിക്കാൻ ശേഷിയുള്ളതാണ് ഈ പുതിയ സംവിധാനം. ഇതാണ് നമ്മൾ ഇന്ന് വിശദമായി വിശകലനം ചെയ്യാൻ പോകുന്നത്. ഇന്ത്യയുടെ ഈ ആണവ വിന്യാസം കണ്ട് പാകിസ്ഥാൻ പാടെ ഭയന്ന് വിറച്ചിരിക്കുകയാണ്. പാകിസ്ഥാൻ സൈനിക മേധാവി അസിം മുനീറും അവിടുത്തെ ഭരണാധികാരികളും ഇപ്പോൾ കടുത്ത ആശങ്കയിലാണ്. കാരണം ഇത്രയും കാലം ഇന്ത്യ പുലർത്തിപ്പോകുന്നത് നോ ഫസ്റ്റ് യൂസ് അഥവാ ഞങ്ങൾ ആദ്യം ആണവായുധം പ്രയോഗിക്കില്ല എന്ന നയമായിരുന്നു. എന്നാൽ ഇന്ത്യ തങ്ങളുടെ ആണവ പോർമുനകൾ പ്രവർത്തനക്ഷമമായി വിന്യസിച്ചു കഴിഞ്ഞതോടെ പാകിസ്ഥാന്റെ ആണവ ഭീഷണികൾക്ക് ഇനി ഇന്ത്യക്ക് മുന്നിൽ യാതൊരു വിലയുമില്ലെന്ന് അവർക്ക് ബോധ്യമായി കഴിഞ്ഞു. ഇന്ത്യയുടെ അഗ്നി 5 പോലുള്ള ദീർഘദൂര മിസൈലുകളിലേക്ക് ഈ പോർമുനകൾ ഘടിപ്പിക്കാൻ സാധിക്കും. പാകിസ്ഥാന്റെ ഏത് കോണും തകർക്കാൻ ശേഷിയുള്ള ഈ ആയുധങ്ങൾ സജ്ജമായി കഴിഞ്ഞു എന്ന വാർത്ത പാക് സൈന്യത്തിന്റെ ആത്മവിശ്വാസം പൂർണ്ണമായും തകർത്തിരിക്കുകയാണ്. തങ്ങളുടെ പക്കൽ ആണവായുധം ഉണ്ടെന്ന് കാണിച്ച് ഇന്ത്യയെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ഇനി പാകിസ്ഥാന് കഴിയില്ല. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യം. ഇന്ത്യ തങ്ങളുടെ പരമ്പരാഗതമായ പ്രതിരോധ നയങ്ങളിൽ നിന്നും തന്ത്രപരമായ ഒരു മാറ്റത്തിലേക്ക് കടന്നിരിക്കുകയാണ്. മുൻകാലങ്ങളിൽ ഇന്ത്യ ആയുധങ്ങൾ നിർമ്മിച്ച് സൂക്ഷിക്കുക മാത്രമാണ് ചെയ്തിരുന്നത്. എന്നാൽ ഇന്നത്തെ ആഗോള സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ചൈനയുടെയും പാകിസ്ഥാന്റെയും ഭാഗത്തു നിന്നുള്ള ഇരട്ട ഭീഷണികളെ നേരിടാൻ പഴയ നയങ്ങൾ മാത്രം പോരാ എന്ന് ഇന്ത്യ തിരിച്ചറിഞ്ഞിരിക്കുന്നു. രാജ്യം അതിന്റെ സുരക്ഷാ താല്പര്യങ്ങൾ മുൻനിർത്തി കൂടുതൽ ദൃഢമായ ഒരു പ്രതിരോധ ശൈലിയിലേക്ക് മാറിയിരിക്കുകയാണ്. ശത്രു ആക്രമിക്കാൻ വരുന്നതുവരെ കാത്തിരിക്കാതെ ശത്രുവിന് കൃത്യമായ മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് നമ്മുടെ ആണവശേഷി പരസ്യമായി വിന്യസിക്കാൻ ഇന്ത്യ തയ്യാറായത് ഈ നയമാറ്റത്തിന്റെ വ്യക്തമായ സൂചനയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശക്തമായ നേതൃത്വത്തിന് കീഴിൽ ഭാരതം രണ്ടും കൽപ്പിച്ചാണെന്നതിന്റെ തെളിവാണ് ഈ നീക്കങ്ങൾ. ദേശീയ സുരക്ഷയുടെ കാര്യത്തിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയ്ക്കും കേന്ദ്ര സർക്കാർ തയ്യാറല്ല. ആഗോള സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ രാജ്യത്തിന്റെ അതിർത്തികൾ കാക്കാൻ എന്ത് കടുത്ത തീരുമാനവും എടുക്കാൻ മോദി സർക്കാർ മടിക്കില്ല എന്ന് ഇതിലൂടെ വ്യക്തമാവുകയാണ്. പാകിസ്ഥാൻ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ അവരെ സാമ്പത്തികമായും സൈനികമായും ഒറ്റപ്പെടുത്തുന്നതിനൊപ്പം തന്നെ സൈനികമായി അവരെക്കാൾ എത്രയോ മുകളിലാണ് ഇന്ത്യ എന്ന് ബോധ്യപ്പെടുത്താൻ മോദിക്ക് സാധിച്ചിട്ടുണ്ട്. ഈ ഒരു ദൃഢനിശ്ചയമാണ് ഇന്ന് ലോക രാജ്യങ്ങൾക്ക് മുന്നിൽ ഇന്ത്യയുടെ അന്തസ്സ് ഉയർത്തുന്നത്. പാകിസ്ഥാന്റെ ഭീഷണികളെ വെറും പുല്ലുപോലെ തള്ളിക്കളഞ്ഞ് മോദി സർക്കാർ രാജ്യത്തിന്റെ ആണവ മിസൈൽ ശേഷി അടുത്ത ഘട്ടത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ആണവശേഷി എന്ന് ചൈനയ്ക്കും പാകിസ്ഥാനും വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ഇന്ത്യയുടെ പക്കൽ ഏകദേശം 172ലധികം ആണവ പോർമുനകൾ ഉണ്ടെന്നാണ് പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇതിൽ വലിയൊരു ഭാഗം അതീവ രഹസ്യമായും സുരക്ഷിതമായും സൂക്ഷിച്ചിരിക്കുകയാണ്. കരയിൽ നിന്നും കടലിൽ നിന്നും ആകാശത്തു നിന്നും ആണവായുധം പ്രയോഗിക്കാൻ ശേഷിയുള്ള ന്യൂക്ലിയർ ട്രയാഡ് പദവി ഇന്ത്യക്കുണ്ട്. നമ്മുടെ ഹരിഹന്ത് ക്ലാസും അന്തർവാഹിനികളും റഫാൽ മിറാഷ് വിമാനങ്ങളും അഗ്നി മിസൈലുകളും ഈ ആണവ പോർമുനകളെ വഹിക്കാൻ ശേഷിയുള്ളവയാണ്. ഈ തന്ത്രപ്രധാനമായ ആയുധ ശേഖരമാണ് ഇപ്പോൾ കൂടുതൽ ആധുനികവൽക്കരിക്കപ്പെട്ടിരിക്കുന്നത്. ശത്രുക്കളുടെ ഏതൊരു മിസൈൽ പ്രതിരോധ സംവിധാനത്തെയും തകർക്കാൻ ഇന്ത്യയുടെ മിസൈലുകൾക്ക് കഴിയും. ഈ ആണവ വിന്യാസം പാകിസ്ഥാനെ മാത്രം ലക്ഷ്യം വെച്ചുള്ളതല്ല, മറിച്ച് അതിർത്തിയിൽ നിരന്തരം പ്രകോപനം സൃഷ്ടിക്കുന്ന ചൈനയ്ക്കുള്ള കൃത്യമായ മറുപടി കൂടിയാണ്. ചൈന തങ്ങളുടെ ആണവ ശേഖരം അതിവേഗം വർദ്ധിപ്പിക്കുമ്പോൾ ഇന്ത്യ കയ്യും കെട്ടി നോക്കിയിരിക്കില്ല എന്ന ശക്തമായ സന്ദേശമാണ്
ന്യൂഡൽഹി നൽകുന്നത്. അഗ്നി 5 മിസൈലുകളിൽ ഘടിപ്പിക്കാൻ കഴിയുന്ന MIRV സാങ്കേതിക വിദ്യ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചതാണ്. അതായത് ഒരൊറ്റ മിസൈലിൽ ഒന്നിലധികം ആണവ പോർമുനകൾ ഘടിപ്പിച്ച് ഒരേ സമയം വ്യത്യസ്ത ലക്ഷ്യസ്ഥാനങ്ങളെ തകർക്കാൻ ഇന്ത്യക്ക് സാധിക്കും. ഇത് ചൈനയുടെ പ്രധാന നഗരങ്ങളെ പോലും ഇന്ത്യയുടെ പരിധിയിലാക്കുന്നു. ഇന്ത്യയുടെ വൻ കുതിച്ചുചാട്ടം ഏഷ്യയിലെ സൈനിക സന്തുലിതാവസ്ഥയെ തന്നെ മാറ്റിമറിച്ചിരിക്കുകയാണ്. ഇന്ത്യയുടെ ഈ അതിനിർണായകമായ ആണവ വിന്യാസം കണ്ട് പാകിസ്ഥാൻ പാടെ ഭയന്നു വിറച്ചിരിക്കുകയാണെന്ന് പറയുമ്പോൾ അതിലൊട്ടും അതിശയോക്തിയില്ല. നിലവിൽ പാകിസ്ഥാൻ ഭരിക്കുന്ന പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും അവിടുത്തെ യഥാർത്ഥ അധികാരിയായ സൈനിക മേധാവി ജനറൽ അസീം മുനീറും ഇപ്പോൾ കടുത്ത ആശങ്കയിലും പരസ്പര നിരാശയിലുമാണ്. ഇത്രയും കാലം അന്താരാഷ്ട്ര വേദികളിലും സ്വന്തം നാട്ടിലെ ജനങ്ങൾക്ക് മുന്നിലും ഇന്ത്യക്കെതിരെ ആണവ ബോംബ് എന്ന ഒരിത് കാണിച്ച് ബ്ലാക്ക്മെയിൽ രാഷ്ട്രീയം കളിച്ചിരുന്നവരാണ് അവർ. തങ്ങളുടെ പക്കൽ ഇന്ത്യയെ തകർക്കാൻ ശേഷിയുള്ള ആണവായുധങ്ങൾ ഉണ്ടെന്ന വീരവാദം മുഴക്കിയ ഷഹബാസ് ഷെരീഫിന്റെയും പാക് സൈന്യത്തിന്റെയും വായടപ്പിക്കുന്ന മറുപടിയാണ് മോദി സർക്കാർ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഇന്ത്യയുടെ പക്കലുള്ള ആണവ പോർമുനകൾ ഏത് നിമിഷവും തൊടുത്തുവിടാൻ പാകത്തിൽ വിന്യസിക്കപ്പെട്ടു കഴിഞ്ഞു എന്ന വാർത്ത പുറത്തു വന്നതോടെ ജനറൽ അസീം മുനീറിന്റെ ഉറക്കം പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. സൈന്യത്തെ നവീകരിക്കാനോ അതിർത്തിയിൽ യുദ്ധം ചെയ്യാനോ പോയിട്ട് സ്വന്തം രാജ്യത്തെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ ജനങ്ങളെ സംരക്ഷിക്കാനുള്ള ഒരു ശേഷിയുമില്ലാത്ത ഒരു ഭരണാധികാരിയാണ് ഇവർ. രാജ്യം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലും മറ്റും നിൽക്കുമ്പോഴും ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ ഇന്ത്യക്കെതിരെ വിഷം ചീറ്റുകയായിരുന്നു ഇത്രയും കാലം ഇവർ ചെയ്തത്. എന്നാൽ ഇന്ത്യയുടെ അഗ്നി 5 പോലുള്ള മാരക മിസൈലുകളിലേക്ക് ഈ ആണവ പോർമുനകൾ ഘടിപ്പിച്ചു കഴിഞ്ഞു എന്ന യാഥാർത്ഥ്യം അസീം മുനീറിന് നന്നായി അറിയാം. സ്വന്തം രാജ്യത്തെ ഭീകരവാദികളെ പോലും അടിച്ചമർത്താൻ കഴിയാതെ ഇന്ത്യയുടെ അതിർത്തിയിലേക്ക് ഡ്രോണുകളും ഭീകരതയും അയക്കാൻ പ്ലാൻ ഇടുന്ന അസീം മുനീറിന്റെ എല്ലാ തന്ത്രങ്ങളും ഇതോടെ പൊളിഞ്ഞിരിക്കുകയാണ്. ചൈനയുടെ ഭിക്ഷാചാക്കിൽ കൈനീട്ടി ജീവിക്കുന്ന പാകിസ്ഥാന്റെ ഇരട്ടത്തലപ്പൻ ഭരണകൂടത്തിന് സാമ്പത്തികമായും സൈനികമായും ലോകശക്തിയായി വളർന്ന ഇന്ത്യയെ തൊടാൻ ഇനി 100 വട്ടം ഭയപ്പെടേണ്ടി വരും. പാകിസ്ഥാന്റെ പൊള്ളയായ ആണവ ഭീഷണികൾക്ക് ഇന്ത്യയുടെ മണ്ണിൽ ഇനി യാതൊരു വിലയുമില്ലെന്ന് ഷഹബാസ് ഷെരീഫും അസീം മുനീറും ഇപ്പോൾ നന്നായി തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, ഒരു കാര്യം ഇപ്പോൾ വളരെ വ്യക്തമാണ്. ഇനി ഇന്ത്യൻ അതിർത്തികളിലേക്ക് നോക്കി പല്ലിളിക്കാൻ ഒരു ശക്തിയെയും അനുവദിക്കില്ല. പഴയതുപോലെ ഭീഷണികൾക്ക് മുന്നിൽ പതറുന്ന അന്താരാഷ്ട്ര വേദികളിൽ പരാതിയുമായി ചെല്ലുന്ന ഒരു ഇന്ത്യ അല്ല ഇന്നുള്ളത്. ശത്രുവിൻ്റെ കയ്യിൽ ആയുധമുണ്ടെങ്കിൽ അതിനേക്കാൾ ആയുധങ്ങൾ ഇന്ത്യയുടെ പക്കലുണ്ടെന്നും അത് പ്രയോഗിക്കാൻ മടിക്കാത്ത ഒരു നേതൃത്വമാണ് ഇന്ന് ഇന്ത്യൻ രാജ്യത്തെ നയിക്കുന്നതെന്നും ലോകം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.